സിയാറത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ കാര്യം, ഇന്ന് പലപ്പോഴും പല നാടുകളിലും അശ്രദ്ധരായി പോകുന്നത് സാധാരണക്കാരുടെ മക്ബറകൾ സ്ത്രീകൾക്ക് അനുവദനീയമല്ല. അപ്പൊ നമ്മുടെ പള്ളിസ്ഥാനം ഖബർസ്ഥാനിലുള്ള മക്ബറ, അവിടെ എന്ത് ചെയ്യുക, സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ സിയാറത്ത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പള്ളികൾ വന്നിട്ട് മസാറകളിൽ നിന്നിട്ട് സ്ത്രീകൾ വരിക, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് ശറഇന് വിരുദ്ധമാണ്. എന്താ അങ്ങനെയാണ്? അതവരുടെ ഹൃദയത്തിന് പ്രയാസമുണ്ടാക്കും. അവർക്ക് മാനസികമായി അത്രത്തോളം പുരുഷന്മാരുടെ അത്ര ഹൃദയത്തിന് ഒരു കട്ടി ഉണ്ടാവൂല, അവരുടെ മനസ്സിന് വളരെ പ്രയാസമുണ്ടാവുമെന്ന്. എന്റെ ഹൃദയം ഖബർ കണ്ടുകൊണ്ട് കുലുക്കോ ഇല്ല എന്ന് പറയുന്നതിലല്ല വിഷയം. ദീനൊരു വിഷയത്തിൽ പറഞ്ഞാൽ അത് പരിപൂർണമായി മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സാദാ സീത ഖബർ ഉണ്ടല്ലോ, നമ്മുടെ പള്ളിസ്ഥാനിലെ ഖബർ, വാപ്പാടെ ഖബർ, ഉമ്മാടെ ഖബർ, കൊച്ചുമ്മാടെ, എളാമ്മാടെ, മൂത്താപ്പാടെ ഖബർ, അത് പറ്റൂല. മഹത്തുക്കളുടെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഫൈനഹാ തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ച് ചിന്ത വരാൻ അത് കാരണമാണ്. അത് പുരുഷന്മാർക്കും സുന്നത്താണ്, ഏത് മഹാന്മാരുടെയും സാധാരണക്കാരുടെയും. പാപ്പ ഉമ്മാക്ക് മരിച്ചാൽ പിന്നെ വീട്ടിലിരുന്നിട്ട് യാസീൻ ഓതുക, ഖത്തം ഓതുക, ദിക്ർ ചൊല്ലുക, 70,000 തഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്യുക, ഖത്തം ഓതി കൊടുക്കുക, ഇതൊക്കെ സ്ത്രീകൾക്ക് പറ്റും. പള്ളിയിൽ എന്തുണ്ട്, ഒരു മഹാന്റെ മക്ബറയുണ്ട്, ആ മക്ബറയുടെ ചാരത്ത് നമ്മൾ വന്നു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വാപ്പ ഉമ്മാക്കൊക്കെ കൊണ്ട് ഒരു ഫാത്തിഹ അഷ്ടം ഓതി ആയിക്കോട്ടെ. ഖബറിന്റെ അടുത്തോട്ട് പോയിട്ടുള്ള പരിപാടികൾ സ്ത്രീകൾക്കൊന്ന് നിഷിദ്ധാണ്. ഇതൊക്കെ ഷറഅ് കൃത്യമായി എന്ത് പറ്റും എന്ത് പറ്റില്ല ഒക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളായിട്ടൊന്നും തുടങ്ങി വെക്കണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ.